മനോഹരമായ ഒരു മതസമ്മേളനത്തിൻ്റെ അവസാന ദിവസം രാഷ്ട്രീയം വിഴുങ്ങിയ കാഴ്ചയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ കേരള യാത്രയുടെ സമാപനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ഉണ്ടായത്. നമുക്കത് കേട്ടു നോക്കാം. എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, അതിന് പ്രതിപക്ഷ നേതാവ് എന്താണ് മറുപടി പറഞ്ഞത്, രണ്ടുപേർക്കും കൂടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എങ്ങനെയാണ് മറുപടി നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് കേൾക്കാം. ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ വരെ കാവൽ കൊടുത്തു. ആ നാട്ടിൽ ഇപ്പോ വർഗീയ സംഘർഷം തീർത്തും മാറ്റി നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശാന്തത നിലനിൽക്കുന്നു. ഒരു വർഗീയതയെയും പീഡിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കരുത്. എല്ലാ വർഗീയതയോടും കർക്കശമായ നിലപാട് സ്വീകരിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ അവിടെ കർക്കശമായ ഇടപെടലുണ്ടാവണം. മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിൽ കാപട്യമല്ല വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. പറയുന്നത് ഈ സാഹോദര്യവും മതത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത്. ഇത് രാഷ്ട്രീയത്തിന്റെ ഒരു സമ്മേളനം അല്ല. ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയവും ഇല്ലെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകർക്കും നല്ലപോലെ അറിയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തിയ സുന്നി യാത്ര, കേരള യാത്ര എന്ന പരാമർശത്തോടു കൂടി ജനുവരി 1 ആരംഭിക്കുന്നു. 16-ാം തീയതി വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരത്തെ പുത്തിരിക്കണ്ടം മൈതാനിൽ അവസാനിക്ക തരത്തിലാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ആ യാത്രക്കിടയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരും വ്യക്തികളും പങ്കെടുക്കുകയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു. ഈ കേരള യാത്രക്ക് വളരെ ശ്രദ്ധേയമായിരുന്നു. മീഡിയകളൊക്കെ ഓരോരോ ദിവസത്തെ യാത്ര സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തു. പൊതുസമ്മേളനം, സാമൂഹ്യ ചർച്ചകൾ, സ്വീകരണങ്ങൾ, സമൂഹത്തിലുള്ള വിഷയകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള വേദികൾ, അങ്ങനെ ഒരു സമവാക്യത്തിൽ എത്തിക്കുക എന്നുള്ളത് ഇതിൻ്റെ സന്ദേശത്തിൻ്റെ ഭാഗമായിരുന്നു. മനുഷ്യർക്കൊപ്പം എന്നതായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം. 580 കിലോമീറ്റർ, 30-ലധികം സ്വീകരണ വേദികൾ, താലൂക്ക് മേഖലാ സ്വീകരണങ്ങൾ വേറെയും, ജില്ലാ തലത്തിൽ 1 മുതൽ 4 വരെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം യാത്ര തുടർന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപന വർഷം എന്ന് പറയുന്നത് 926 ഏറെക്കുറെ ജൂൺ മാസം 25 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായത് എന്ന് കണക്കാക്കുന്നു. തീയതിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ വർഷത്തിന് അഭിപ്രായ ഒന്നുമില്ല. 1926 നമ്മൾ 2026 ഈ വർഷം നോക്കുന്ന സമയത്ത് 100 വർഷം പൂർത്തിയായി എന്ന് ചുരുക്കം. സാമൂഹ്യ സാംസ്കാരിക സാങ്കേതിക സംവിധാനങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയ കാലഘട്ടത്തെ സ്മരിച്ചു കൊണ്ടുകൂടിയാണ് ഈ യാത്ര. 16-ാം തീയതി 4:30 സമാപനം ഉണ്ടായത്. വിഷയം എന്ന് പറയുന്നത്, ഈ സമാപന ദിവസത്തേക്ക് പ്രമുഖരായിരിക്കുന്ന ആളുകളൊക്കെ ക്ഷണിക്കപ്പെട്ടു. അതിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, ബന്ധപ്പെട്ട MP-മാരും ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു. രാഷ്ട്രീയക്കാർ പല ഘട്ടങ്ങളിലും സാഹചര്യത്തിനും അവസ്ഥക്കും അനുസരിച്ച് വലിയ ജനാവലിക്ക് മുമ്പിൽ അവരുടേതായിരിക്കുന്ന വികസന കാര്യങ്ങളൊക്കെ പറയുകയും ഭാവിയിൽ തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള നിലപാടുകളൊക്കെ എടുക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്.
മുഖ്യമന്ത്രിയുമായി കാന്തപുരം വിഭാഗത്തിന് അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ബന്ധങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. മുമ്പുണ്ടായിരുന്നു. ഒരു മാനസികമായിരിക്കുന്ന ഒരു അകൽച്ചയുണ്ട്. എന്നാൽ ബന്ധങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധങ്ങളുണ്ട്. ഇത് അമേരിക്കയും ഈ അറേബ്യൻ രാജ്യങ്ങളും പോലെയാണ്. ബന്ധങ്ങളുണ്ടോ എന്ന് വെച്ചാൽ വലിയ ബന്ധങ്ങളുണ്ട്. എന്നാൽ മാനസികമായിട്ട് ബന്ധങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ ഇല്ല, അകൽച്ചയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അതിൻ്റെ കാര്യം, പ്രവാചകരുടെ തിരുകേശവുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പരാമർശിച്ച ഭാഗമായിരുന്നു അത് കാന്തപുരം വിഭാഗത്തെ ചൊടിപ്പിച്ചത്. അവരെ അയാളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം. മർക്കസിൽ സൂക്ഷിക്കപ്പെട്ട തിരുകേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതൊന്നും വലിയ പ്രാധാന്യമുള്ളതല്ല, നഖവും മുടിയും അല്ല, ആശയമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ധിക്കാരത്തിൻ്റെ സ്വഭാവത്തോടു കൂടിയാണ് മതവിശ്വാസത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന മുഖ്യമന്ത്രി അന്ന് കൈകടത്തിയത്. അത് ഈ സുന്നി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അപമാനിക്കുന്നതിന് തുല്യമായിട്ട് തന്നെ അവർ കണക്കാക്കി. അതുകൊണ്ട് കുറച്ച് അകൽച്ച ഉണ്ടായിരുന്നു. എന്നാൽ പൊതുകാര്യങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുന്നതിനോ ചേർന്ന് നിൽക്കുന്നതിനോ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അന്നുമില്ല, ഇന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ഇപ്പോൾ ഈ വർഗീയപരമായിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ 10 വർഷമായിട്ട് ഇവിടെ വർഗീയ വിഷയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സംസ്ഥാനത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നതടക്കമുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഊന്നി പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം 2 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇപ്പോഴത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നാണം കെട്ട പരാജയം ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ട്. ഈ കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് അത് വോട്ടിങ്ങിൻ്റെ പാറ്റേൺ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 110 സീറ്റ് വരെ യഥാർത്ഥത്തിൽ UDF സംവിധാനത്തിന് കിട്ടുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് പരാജയം LDF ഉണ്ടായത്. വലിയ രീതിയിൽ ഈ വോട്ട് ചേർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് തങ്ങൾക്ക് അനുകൂലമാകും എന്നായിരുന്നു ഇടതുപക്ഷം കണക്ക് കൂട്ടിയത്. നേരെ തിരിച്ചാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതോടുകൂടി ബാബിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് ഏറെക്കുറെ ഉറപ്പായി. അതിന് തൊട്ട് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് 18 സീറ്റും UDFനാണ്, 2 സീറ്റിൽ 1 സീറ്റ് BJPക്കാണ്, 1 മാർക്സിസ്റ്റ് പാർട്ടി. ആ രീതിയിലായിപ്പോയി. BJPക്ക് തുല്യമായ രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സീറ്റ് നേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ കേരളം മാറി. പിന്നീട് ഒരു പ്രതീക്ഷയിലായിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ഇങ്ങനെയും വന്നു. അപ്പോൾ അദ്ദേഹം ഏകദേശം 1 മണിക്കൂറോളം പ്രസംഗിച്ചു എന്നുള്ളതാണ്. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ നിലപാടും അതിൻ്റെ ആശയം മാത്രം സംസാരിക്കേണ്ട വേദിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സാംസ്കാരിക സമ്മേളനം, ഈ കേരള യാത്ര എന്ന് പറയുന്നത്. അതിന് ആസ്പദമായ രീതിയിൽ സാധാരണഗതിയിൽ ഇത്തരം വേദികൾക്കുണ്ടാകുന്ന സമയത്ത് പ്രവാചകരും അവരുടെ തിരുസുന്നത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പല ഘട്ടത്തിലും പറയാറുള്ളത്. പല ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചാലും അവരൊക്കെ പറയാം, പല സ്വാമിമാരെ വിളിച്ചാൽ പോലും അവർ പറയാം മതവും ആ മതം നൽകുന്ന സന്ദേശങ്ങളും ഇസ്ലാമിക ദർശനവും അതിൻ്റെ കാഴ്ചപ്പാടുകളും അത് ലോകത്ത് വരുത്തിയ മാറ്റങ്ങളും അങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കേണ്ട വേദി. അവിടെ ഭയപ്പാടോട് കൂടിയായിരിക്കും. കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉടഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ടായിരിക്കും മുഖ്യമന്ത്രി തൻ്റെ കാലത്ത് വർഗീയ സംവിധാന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയത്. വേദിയിലിരുന്ന പ്രതിപക്ഷ നേതാവ് അതിന് ശക്തമായിരിക്കുന്ന മറുപടി പറഞ്ഞതിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വർഗീയത പറഞ്ഞാൽ മാത്രം പോരാ, വർഗീയവാദികളെ വാഹനത്തിൽ കയറ്റുന്നത് തടയണം, മാത്രമല്ല അവർക്ക് സ്വീകരണം കൊടുക്കുന്നത് തടയണം. അത് ഇത്തരം പ്രവൃത്തികളൊക്കെ പല ഘട്ടങ്ങളിൽ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട പരാമർശം അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അത് നിയലിച്ചു പോകുന്നുണ്ട്. മുൻപ് കൂട്ടിപ്പിടിച്ചവർ ഇപ്പോൾ വർഗീയവാദിയായി എന്നുള്ള കാര്യമൊന്നും മറന്നുപോയത് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം ഈ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും പറഞ്ഞ പരാമർശം ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം ഇതിനെതിരെ എന്തൊരു കേസോ നടപടിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. മറ്റേതെങ്കിലും വിഭാഗമായിരുന്നെങ്കിൽ വലിയ കേസും ജാമ്യമില്ലാത്ത രീതിയിൽ അകത്താക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യായിരുന്നു. അപ്പം മതപരമായിരിക്കുന്ന നിലപാടിനൊക്കെ ധിക്കാരപരമായ രീതിയിൽ സമീപിക്കുന്ന അവസ്ഥാ സാഹചര്യങ്ങളൊക്കെ മാറ്റണം എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ വേദിയിൽ വെച്ച് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് എന്ന് പറയാം. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് മുഖ്യമന്ത്രി പറയിപ്പിച്ചതാണ്. രണ്ടും മതപരമായിരിക്കുന്നൊരു വേദിയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രസംഗം കേൾക്കുന്ന സമയത്ത് താഴെ ഇരിക്കുന്ന മതപഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് മതപഠനം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്യേണ്ടത്, പ്രതികരിക്കേണ്ടത് എങ്ങനെ എന്ന് അറിയാതെ പ്രയാസപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം. ഇത് കൈയടിക്കണോ
ദിക്ർ ചെല്ലണോ, മിണ്ടാതിരിക്കണോ, എന്താണ് ചെയ്യേണ്ടത്? കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഒരു മതവേദിയിൽ വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന രാഷ്ട്രീയ പ്രസംഗം അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്നു. അതും പറയുന്നത് മുഖ്യമന്ത്രിയാണ്. മറുപടി പറയുന്ന പ്രതിപക്ഷ നേതാവ്. രണ്ടും കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലരായിരിക്കുന്ന വ്യക്തികളാണ്. സംസ്ഥാനത്തെ നയിക്കുന്നവരാണ്, നയപരമായിരിക്കുന്ന തീരുമാനം എടുക്കേണ്ടവരാണ്, പുതിയ നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ ഉണ്ടാക്കേണ്ടവരാണ്. അങ്ങനത്തെ വലിയ പങ്കാളിത്തം വഹിക്കുന്നവർ, ഭരണഘടനയിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യതയുള്ള വ്യക്തികളാണ് രണ്ടുപേരും. പക്ഷേ അവർ പ്രസംഗിക്കേണ്ട വേദിയല്ല, അവർ പറയേണ്ട വേദിയല്ല, അവർ അഭിപ്രായം പരാമർശിക്കേണ്ട വേദിയല്ല, സമയമല്ല അത്. പരന്നു കിടക്കുന്ന ഒരു പണ്ഡിത മഹാസഭയ്ക്ക് മുന്നിൽ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയം പറഞ്ഞതിന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം അതിന് മറുപടിയും പറഞ്ഞു. ഇത് രാഷ്ട്രീയ വേദിയാക്കിയതിലുള്ള നീരസവും പ്രയാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും കേരള യാത്ര വളരെ തിളക്കത്തോടു കൂടി വളരെ മനോഹരമായ രീതിയിൽ വെളിച്ചം വെച്ചുകൊണ്ട് തന്നെയാണ് കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് വലിയ സ്വീകരണം ഏറ്റുവാങ്ങി പല രാഷ്ട്രീയ സംഘടനകളും അവർക്ക് അഭിവാദ്യം അർപ്പിച്ചു. മുൻപ് എതിർത്ത രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ അനുകൂലിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളും യഥാർത്ഥത്തിൽ കേരള യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് അനുഭാവം പ്രകടിപ്പിച്ചു എന്നൊരു പ്രത്യേകത ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു മത യാത്രയാണ്, മറ്റു ഉദ്ദേശ കാര്യങ്ങളില്ലാത്തതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികവുമായിട്ട് അനുബന്ധിച്ച് വരുന്ന യാത്രയാണ്. പ്രത്യേകിച്ച് ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു കേരള യാത്ര നടത്തിയിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. എല്ലാം കൊണ്ടും തെളിച്ചവും വെളിച്ചവും മനോഹരവും സുന്ദരവുമായിരിക്കുന്ന ഒരു യാത്രയുടെ നിറം കെട്ടു പോകുന്ന ഒരു രീതിയാണ് സമാപന ദിവസം തിരുവനന്തപുരത്ത് വെച്ച് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ വൈകാരികമായ തലത്തിൽ ആ രീതിയിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇതിനെ വിമർശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കും സംഘടനയ്ക്കും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിൽ വേദനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.